ഹായ്, ഞാൻ ഗൗരി. കുറേ നാളായി ഈ ചാനൽ തുടങ്ങിയിട്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണം. അതിൻ്റെ ടാരറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ മെസ്സേജുകളുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഞാനും ഹീലിംഗ് ജേണി ആയതുകൊണ്ട് എനിക്ക് ഇതുപോലെ ചെയ്യാനൊന്നും പറ്റില്ല. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, എനിക്ക് മനസ്സിലൊരു ഓർമ്മ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടായ തോന്നലാണ്, അതുകൊണ്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ പൊതുവെ നമ്മളെ ഒന്നെങ്കിൽ അഹങ്കാരി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഷീപ്പ് ആവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻ മലയാളി ഫാമിലീസിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് ഇൻസിഡൻസ് ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് അവർ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഭയങ്കര തടി കൂടിയല്ലോ, എന്തായാലും തടിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു, ഞാൻ നന്നായി ഭക്ഷണം കഴിക്കേണ്ടത് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതോടെ ഞാൻ അവരുടെ മുമ്പിൽ ഞാൻ അഹങ്കാരിയായി, ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ ചർച്ചയായിരുന്നു. അപ്പം എനിക്കത് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തത് ഞാൻ കൊടുത്തില്ല. ഞാൻ അവർ കേട്ട പാട്, അയ്യോ ഞാൻ തടി കൂടിയോ, ഞാനിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ ഭക്ഷണം കുറയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഞാൻ എൻ്റെ ഈഗോ ഹേർട്ടായി, ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ച് ഞാൻ കരഞ്ഞിരുന്നെങ്കിൽ, എന്ത് നല്ല പെൺകുട്ടിയാണ്, നല്ല അനുസരണ, അടക്കം, ഒതുക്കം, അവർ ഹാപ്പിയായി. പക്ഷെ എന്താ സംഭവിച്ചത്, നമ്മൾ അവർ എക്സ്പെക്ട് ചെയ്തത് കൊടുത്തില്ല. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് സ്വഭാവം എനിക്കുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഒരു കസിൻ എന്നോട് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ചെയ്യണമെന്നൊന്നും ആൾക്കാർക്ക് ദഹിക്കുന്നില്ല, ബന്ധുക്കൾക്ക്, അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ദഹിക്കുന്നില്ല എന്താ വെച്ചാൽ, ഞാൻ അവർ പറഞ്ഞ പോലെ കൃത്യസമയത്ത് എന്താ പറയുക, അവർ പറഞ്ഞ എല്ലാം കണ്ണടച്ച് ആക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജോലി വേണമെന്ന് പറഞ്ഞു, അത് എൻ്റെ ഡിസിഷനായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ അവർ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിനപ്പുറത്ത് വളരെ ഇൻജസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ പറയുന്നത് ശരിയായില്ല എന്ന് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ദഹനക്കേട്, അതായത് അവരുടെ ദഹനക്കേട് എന്തുകൊണ്ട് എൻ്റെ പ്രോബ്ലം ആവണം? അവർ ദഹിക്കുന്നില്ല, അതൊരു അസുഖമില്ല, അത് അവരുടെ സൂക്കേടിന് അവർ മരുന്ന് കാണിക്കുക. ഏതെങ്കിലും മരുന്ന്, ആയുർവേദമോ അലോപ്പതിയോ, എനിക്ക് വേറെ എന്തെങ്കിലും തെറാപ്പിയോ റേക്കിയോ എന്തെങ്കിലും ആവട്ടെ, ഒരു പ്രശ്നമില്ല, അത് അവരെ മാത്രം പ്രശ്നമാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങളിലെല്ലാം അവരുടെ പ്രശ്നമാണ് അല്ലെ, അവരുടെ സൂക്കേടാണ്, അവരുടെ എക്സ്പെക്റ്റേഷനാണ്. ഈ അവരുടെ സാധനം കൂടെ ഞാൻ എൻ്റെ തലയിൽ കൊണ്ട് നടന്നു ഇത്രയും കാലം എന്നാണ്. ഇത്രയും കാലം ഞാൻ കൊണ്ട് നടന്നതും ഞാൻ ജീവിച്ചതും അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ള എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എവിടെ പോയപ്പോൾ ഞാൻ ജീവിക്കേണ്ട, എൻ്റെ ഇഷ്ടങ്ങളുള്ള എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, മനസ്സിലാക്കാനുള്ള എത്ര കാര്യമുള്ളൂ. ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട, അവരുടെ പ്രശ്നമാണ്, കംപ്ലീറ്റ്ലി അവരുടെ പ്രശ്നം. പക്ഷേ ഇവർ പറയുമ്പോൾ, ഇവരിങ്ങനെ ഒന്ന് ചൊറിയുമ്പോൾ നമുക്ക് ഹേർട്ട് ആവുന്നുണ്ടോ, നമുക്ക് ട്രിഗർ ആവുന്നുണ്ടോ, നമുക്ക് സങ്കടം വരുന്നുണ്ടോ, നമുക്ക് ആകെ ഡെസ്പറേറ്റ് ആവുന്നുണ്ടോ, കോംപ്ലക്സ് അടിക്കുന്നുണ്ടോ, എങ്കിൽ ഉണങ്ങാതെ കിടക്കുന്ന എന്തോ ഒരു മുറിവ് നമ്മളെ ഉള്ളിലുണ്ട്. ഉണങ്ങാതെ കിടക്കുന്ന, നമ്മൾ ചൈൽഡ്ഹുഡ് വൂണ്ടെന്നോ ചൈൽഡ്ഹുഡ് ട്രോമാന്നോ എന്നൊക്കെ പറയുന്ന എന്തോ വൂണ്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് അവിടെ മാത്രമേ റോളുള്ളൂ. നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് ട്രിഗർ ആവും. ചിലപ്പോൾ എൻ്റെ ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ പേടികളായിരിക്കാം, ചിലപ്പോൾ എനിക്ക് പീപ്പിൾ പ്ലീസിങ് ആയിരിക്കാം, വാലിഡേഷൻ സീക്കിങ് ആയിരിക്കാം. അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ മാത്രം ചെക്ക് ചെയ്യും. നത്തിങ് ഈസ് പേഴ്സണൽ. അവർ പറയുന്നതും ഞാൻ പറയുന്നതൊന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട. എല്ലാം ഇവിടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ മാത്രം. ഈ സംഭവം എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തരുന്ന ചില തോന്നലുകളുണ്ടല്ലോ, അത് കേൾക്കുക. അതുകൊണ്ട് ആർക്കും ഉപദ്രവമില്ലാത്തടത്തോളം കാലം നിങ്ങളൊന്നും ശരിയായിരുന്നു, ആരും ഉപദ്രവിക്കാത്തടത്തോളം കാലം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉള്ളിലെ ട്രിഗറുകൾ മാത്രമാണ്. അപ്പോൾ ആ ട്രിഗറുകളെ നമ്മളെല്ലാവരും മാറ്റിക്കൊണ്ട് ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് അല്ലെ, ഇവരുടെ ഒന്നും ഭാരം ചുമക്കാണ്ട്, ഇവരുടെ എക്സ്പെക്റ്റേഷൻ്റെയും ഇവരുടെ പ്രതീക്ഷകളുടെയും ഇവരുടെ ചുറികളുടെയും ഒന്നും ഭാരം താങ്ങാതെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.